ഇന്ന് വളരെ എളുപ്പത്തിൽ കുക്കറിൽ നല്ലൊരു പൊരിച്ച കോഴിൻ്റെ ബിരിയാണിയാണ്. കുക്കറിൽ തന്നെയാണ് നമ്മൾ ചോറും അതുപോലെ തന്നെ മസാലയും എല്ലാം റെഡിയാക്കുന്നത്. ഒരു കുക്കർ മാത്രം മതി നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാൻ. പിന്നെ ഇപ്പം ഗ്യാസിനെല്ലാം ഒരുപാട് വില കൂടിയ സമയമാണ്, കിട്ടാനും നല്ല ക്ഷാമമാണല്ലോ. അപ്പോൾ ഇതുപോലെ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, ഒരുപാട് ഗ്യാസൊന്നും പോവില്ല. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കിലോ ചിക്കൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ നല്ല എരിവില്ല മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ലെമണും പിഴിഞ്ഞ് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്യാം. സമയമുണ്ടെങ്കിൽ അരമണിക്കൂറെല്ലാം വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2.5 കപ്പ് ജീരകശാല റൈസാണ് എടുത്തത്. ഞാനിതാ ഈ ഒരു അരിയാണ് കേട്ടോ ബിരിയാണി വെക്കാനായിട്ട് എടുക്കൽ. ഒരുപാട് പേര് ചോദിക്കലുണ്ട് ബിരിയാണി വെക്കാൻ ഏത് അരിയാണ് എടുക്കലെന്നെല്ലാം. അപ്പോൾ അതാണ് ഇത് കാണിച്ചത്. ബർദമ റോസിൻ്റെ ബിരിയാണി ഗീ റൈസാണ് ഞാൻ എടുക്കൽ. നല്ല മണവാണ്, അതുപോലെ തന്നെ നല്ല ചോറുമാണ് ഈ ഒരു അരി കൊണ്ട് ബിരിയാണി വെച്ചാൽ. അപ്പം കുറേ ആയിട്ട് ഞാൻ ഈ ഒരു അരി തന്നെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇതാ നമ്മൾ എടുത്ത അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലേക്ക് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കുതിരാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ 3 വലിയ സവാളയും ഒരു തക്കാളിയാണ് ഈ ഒരു മസാലക്കും ചോറിനും എല്ലാത്തിനും വേണ്ടിയിട്ട് എടുത്തത്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി ഒരു 12 അല്ലി ഉണ്ടാവും. പിന്നെ ഇതാ ഇതിൽ കാണുന്നത്ര ഇഞ്ചി ഒരു 12 പച്ചമുളകാണ് എടുത്തത്. അതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒതുക്കിയെടുക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വേറെ ഓയിലൊന്നും ഒഴിക്കണ്ടല്ലോ, അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുന്തിരി കൂടെ ഒന്ന് പൊങ്ങി വരുമ്പോൾ അതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോരി മാറ്റുക, മുന്തിരി പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ എല്ലാം ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരടുപ്പിൽ ഞാനിതാ ഇതുപോലെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ആദ്യം തന്നെ ചോറ് വെക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്കായ്, പട്ട, ഗ്രാമ്പു, കുരുമുളക്, ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഏലക്കായും ഒക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ ആർക്കും അധികം അതിൻ്റെ ഫ്ലേവറൊന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരെണ്ണം വീതല്ലേ ഇട്ട് കൊടുക്കലുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കുതിരാനായിട്ട് വെച്ച അരി ഉണ്ടല്ലോ 10 മിനിറ്റിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിലും 10 മിനിറ്റ് മാത്രമേ വെക്കണ്ടൂ കേട്ടോ. ഒരുപാട് ടൈം വെച്ചാൽ വേവിലെല്ലാം വ്യത്യാസം വരും. എന്നിട്ട് നമ്മൾ ഈ ചോറ് വറുത്തിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആ എണ്ണയിൽ കടന്നിട്ട് 2-3 മിനിറ്റ് മിക്സാക്കി ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഏത് കപ്പിനാണോ അരി എടുക്കുന്നത് ആ ഒരു കപ്പിന് തന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കുറച്ച് അരിയല്ലേ ചോറ് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാലാണ് നല്ലതുപോലെ കറക്റ്റ് വെന്ത് കിട്ടുകയുള്ളൂ. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേവ് കുറവായിരിക്കും. കുറേ അരിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി 1 കപ്പ് അരിക്ക്. പിന്നെ ഇതുപോലെ വറുത്തിട്ട് ചോറ് വെക്കുന്ന സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. അരിയിലേക്ക് ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് റെഡിയാക്കുന്നതാണെങ്കിൽ സാധാ വെള്ളം തിളപ്പിച്ചിട്ട് അരിയിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേവിൽ വ്യത്യാസം വരും. അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് നല്ല അടിപൊളി ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ എല്ലാം ഇതാ അത്യാവശ്യം ഒന്ന് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റുക.
ഇനി നമുക്ക് കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 2 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ അത്യാവശ്യം പ്രഷറെല്ലാം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി പ്രഷർ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കണ്ട അടിപൊളി ചോറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ചോറാണ്. ഈ ഒരു അളവിൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചോറ് നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ചോറ് ഞാൻ ഈ കുക്കറിൽ നിന്ന് മാറ്റുന്നുണ്ട്. നമ്മൾ കുക്കറിലാണല്ലോ എല്ലാം റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോറ് കുക്കറിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ അടുപ്പ് ഓണാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലുണ്ടല്ലോ, ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എടുത്ത് വെച്ച സവാളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് അല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നോക്കിയത് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അപ്പോഴത്തേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ 2 കുക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസാല ഒന്നിൽ റെഡിയാക്കാം, ചോറ് ഒന്നിൽ റെഡിയാക്കാം. എൻ്റെ കയ്യിൽ 2 കുക്കറെല്ലാം ഉണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഒരു കുക്കറിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കുക്കർ തന്നെ യൂസ് ചെയ്തത്. അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് 2 വിസിൽ വന്നപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് പ്രഷർ പോയതിന് ശേഷം ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഞാൻ മിക്സീൻ്റെ ജാറിൽ ഇട്ടിട്ടൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുള്ളും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് ബാക്കിയുണ്ട്. അതിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു ബിരിയാണിയിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. വെറും ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവാണ് ഉള്ളത്. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങളതൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ലെമണും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ ഞാൻ തൈര് ചേർക്കുന്നില്ല കേട്ടോ, ലെമൺ ജ്യൂസ് മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അധികവും തൈര് ചേർക്കാതെയാണ് ഉണ്ടാക്കൽ. എനിക്കതാണ് കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ചേർക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തൈരും കൂടെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് മല്ലി പുതിനയില കട്ട് ചെയ്തതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. മല്ലി പുതിനയിലെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് ചിക്കനും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറെല്ലാം നന്നായിട്ട് ഇതിലിറങ്ങാൻ വേണ്ടിയിട്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാതെയും നമുക്ക് ഈ ഒരു ബിരിയാണി നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ബിരിയാണി. ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കുന്ന ബിരിയാണീൻ്റെ റെസിപ്പി വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉടൻ തന്നെ ഉണ്ടാക്കി കാണിക്കാം. പെരുന്നാളെല്ലാം ആവാനായില്ല, പെരുന്നാളിലെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണി കൂടിയാണ്. അങ്ങനെ നമ്മുടെ സംസാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചിക്കനെല്ലാം മസാലയിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലി പുതിനയില കട്ട് ചെയ്തതും കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചോറ് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ചോറും ഇട്ടതിന് ശേഷം മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുക. പിന്നെ മല്ലി പുതിനയില കട്ട് ചെയ്തത്, അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത്, സവാള വറുത്തതെല്ലാം ഇട്ടിട്ട് നമുക്കിത് അടച്ചിട്ട് ദം ചെയ്യാനായിട്ട് വെക്കാം. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ബാക്കി അതിൽ നിന്ന് ആയിക്കോളും. 5 മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ആക്കുക. പിന്നെ ഇത് വിസിൽ വന്ന് പോകരുത്. 5 മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഒരു 15 to 20 മിനിറ്റ് ദമ്മാവാനായിട്ട് വെക്കുക. അതിനുശേഷമാണ് നമ്മളിത് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്രത്തിലാണ് വെക്കുന്നതെങ്കിൽ 20 മിനിറ്റെല്ലാം അടുപ്പ് കത്തിച്ചിട്ട് തന്നെ വെക്കണ്ടേ. കുക്കറിലാവുമ്പോൾ ഈ ഒരു രീതിയിൽ 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മൂടി തുറക്കാണ്ട് വെച്ചാൽ മതി. അവിടെ നിന്ന് ദമ്മായിക്കോളൂ. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കണ്ട ആവി പറക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. കണ്ട അടിപൊളിയായിട്ടുള്ള നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഈ ഒരു ബിരിയാണി. കുക്കർ മാത്രം മതി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക. ചൂടോടെ തന്നെ സെർവ് ചെയ്തിട്ട് നമുക്ക് കൂടെ തൈര്, അച്ചാർ, പപ്പടം ഒക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.